സാലി നല്ല സന്തോഷവതി ആയിരിക്കുന്നു. സാലി ലുക്സ് ഹാപ്പി. അവരെ കണ്ടാൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ദേ ലുക്ക് ടയേർഡ്. അവനെ നോക്കിയേ, എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ ഇല്ലേ? ഹി ലുക്സ് കൺഫ്യൂസ്ഡ്. ഈ വീക്കെൻഡിലെ കാലാവസ്ഥ വളരെ പോസിറ്റീവാണ്, അനുകൂലമാണ്. മഴയൊന്നും ഉണ്ടാവില്ല, ഒട്ടും പേടിക്കണ്ട. ദ വെദർ ഫോർകാസ്റ്റ് ലുക്സ് പ്രോമിസിങ് ഫോർ ദ വീക്കെൻഡ്. ഇവിടെ ലുക്സ് പ്രോമിസിങ് ഇതൊരു ശൈലിയാണ് ഇംഗ്ലീഷിലെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫേവറബിൾ, പോസിറ്റീവാണ്, കാലാവസ്ഥ അനുകൂലമാണ്. എനിക്ക് തണുക്കുന്നു. ഐ ഫീൽ ചില്ലി. എനിക്ക് ചൂടെടുത്തിട്ട് ഉഷ്ണിക്കുന്നു. ഞങ്ങൾക്ക് ചൂടെടുക്കുന്നു. വി ഫീൽ ഹോട്ട്. ഫുൾ ഡേ ജോലി കഴിഞ്ഞ് അവൾക്ക് ഭയങ്കര ക്ഷീണമാണ്. ഷീ ഫീൽസ് ടയേർഡ് ആഫ്റ്റർ വർക്കിംഗ് ഓൾ ഡേ. ആ കോഫിയുടെ മണം ഭയങ്കര നല്ലതാണ്. ദ കോഫി സ്മെൽസ് ഗുഡ്. ഫ്രിഡ്ജിലുള്ള എന്തോ ഒന്നിന് ദുർഗന്ധം. സംതിങ് ഇൻ ദ ഫ്രിഡ്ജ് സ്മെൽസ് ബാഡ്. ഇവിടെ ദുർഗന്ധത്തിന് വേറൊരു വാക്കുണ്ട്, സ്റ്റിങ്ക് എന്ന് പറയും. ദ ഗാർബേജ് സ്റ്റിങ്സ്. ഇറ്റ് നീഡ്സ് ടു ബി ടേക്കൺ ഔട്ട്. വേസ്റ്റ് ഇരുന്ന് നാറുന്നു, അത് കളയേണ്ട സമയമായി. സ്റ്റിങ്സ്. ഇപ്പം സോക്സ് ഒക്കെ നാറില്ലേ, അപ്പോൾ നമ്മൾ എന്ത് പറയും? ദ സോക്സ് സ്റ്റിങ്ക് എന്ന് പറയണം. അവിടെ സോക്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർബ് ഷുഡ് ബി പ്ലൂറൽ. അപ്പോൾ പ്ലൂറൽ വേർബിൽ എസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സോക്സ് സ്റ്റിങ്ക്. ബാത്റൂം സ്റ്റിങ്സ്. ആ ക്ലോക്കിൻ്റെ ടിക്കിംഗ് വളരെ ഉച്ചത്തിൽ കേട്ടു കേട്ടോ. ദ ടിക്കിംഗ് ഓഫ് ദ ക്ലോക്ക് സൗണ്ടഡ് ലൗഡ്. സൗണ്ടഡ്, ഒച്ചത്തിൽ കേട്ടു. ആ ഐഡിയ ആദ്യം ഉഗ്രനാണെന്ന് തോന്നി, പക്ഷെ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല കേട്ടോ. ദ ഐഡിയ സൗണ്ടഡ് ഗ്രേറ്റ് അറ്റ് ഫസ്റ്റ്, ബട്ട് നൗ ഐ ആം നോട്ട് ഷുവർ. ഇവിടെ സൗണ്ടഡ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് എന്നാണ് അർത്ഥം. അവിടെ ശബ്ദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു ശൈലിയാണ്, ഇംഗ്ലീഷിലെ ഇഡിയമാണ്. സൗണ്ടഡ് ഗ്രേറ്റ്. ഞാൻ ആ പുതിയ റെസ്റ്റോറൻറ്റിലൊന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരാൾ പറയണം. ഐ എം തിങ്കിങ് ഓഫ് ട്രൈയിങ് ഔട്ട് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. അത് കൊള്ളാം. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. അവിടെ സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ്, അത് കൊള്ളാം, നമുക്ക് പോവാം എന്നാണ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. അപ്പം നമ്മൾ എന്തിനെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ആ പ്ലം പുഡിങ്ങിന് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നുന്നു, രുചി സ്പൈസി ആയിട്ടാണ് രുചി തോന്നുന്നത്. ദ പ്ലം പുഡിങ് ടേസ്റ്റ് സ്പൈസി. ആ കോഫിക്ക് ഭയങ്കര കയ്പായിരുന്നു. ദ കോഫി ടേസ്റ്റ് ബിറ്റർ. വിജയത്തിന്റെ രുചി ടീം അറിഞ്ഞു. ദ ടീം ടേസ്റ്റഡ് സ്വീറ്റ് വിക്ടറി. ഇതൊരു ശൈലിയാണ്. ടേസ്റ്റഡ് സ്വീറ്റ് വിക്ടറി എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയെന്നാണ്. അവിടെ രുചിച്ചു നോക്കുക എന്ന് പറഞ്ഞ അർത്ഥം അവരത് അനുഭവിച്ചു. ടേസ്റ്റഡ് സ്വീറ്റ് വിക്ടറി. ആ മരുന്നിന് ഭയങ്കര കയ്പ്. ദ മെഡിസിൻ ടേസ്റ്റഡ് ഓഫുൾ. ഓഫുൾ എന്ന് പറഞ്ഞാൽ വെരി ബാഡ്.